സെക്കൻഡ് മൊഡ്യൂളിന്റെ ഫിഫ്ത്ത് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മോസ്റ്റസ്റ്റ്, രണ്ടാമത്തെ ഹീറ്റ് ബാലൻസ് ഷീറ്റ്. ഫസ്റ്റ് നമുക്ക് മോസ്റ്റസ്റ്റിലോട്ട് വരാം. മോസ്റ്റസ്റ്റ് ഇൻഡിക്കേറ്റഡ് പവർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ ലാബിലൊക്കെ ലോ ടെസ്റ്റ് ഡീസൽ എഞ്ചിൻ ചെയ്തപ്പോൾ അവിടെ ബ്രേക്ക് പവർ നമ്മൾ കണ്ടുപിടിച്ചു. ബ്രേക്ക് പവർ അങ്ങനെ കണ്ടുപിടിച്ചെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ ലോ ടെസ്റ്റ് ഡീസൽ എഞ്ചിൻ ചെയ്തപ്പോൾ അവിടെ നമ്മളൊരു വെയിറ്റ് കൊണ്ടുപോയി നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റിൽ വെക്കും. 2 കിലോഗ്രാം, 4 കിലോഗ്രാം, 6, 8, 10 എന്ന് പറയുന്ന രീതിയിൽ അത് നമ്മൾ W1 എന്ന് പറഞ്ഞ ടേബിളിൽ മാർക്ക് ചെയ്യും. പിന്നീട് സ്പ്രിംഗ് ബാലൻസിൽ റീഡിംഗ് ഉണ്ട്, ആ റീഡിംഗ് നമ്മൾ നോക്കിയിട്ട് എഴുതി വെക്കും. അതിന് നമ്മൾ W2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യും. W1 മൈനസ് W2 ഇൻറ്റു RG ഒക്കെ ചെയ്ത് നമ്മൾ അവിടെ ടോർക്ക് കണ്ടുപിടിക്കും. ആ ടോർക്കിൽ നിന്ന് നമുക്ക് 2πnt/60 എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് ബ്രേക്ക് പവർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈനാമോമീറ്റർ ആണ് ആ സാധനം. റോബ് ബ്രേക്ക് ഡൈനാമോമീറ്റർ എന്ന ഡൈനാമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക് പവർ കണ്ടുപിടിക്കുന്നത്. ബ്രേക്ക് പവർ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് പക്ഷെ ഇവിടെ കണ്ടുപിടിക്കുന്നത് ഇൻഡിക്കേറ്റഡ് പവറാണ്. ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, എഞ്ചിന്റെ അകത്ത് ഫ്യൂവൽ കത്തി ഉണ്ടാകുന്ന പവറാണ്. അപ്പൊ ഈ പവർ കണ്ടുപിടിക്കാനായിട്ട്, ഇൻഡിക്കേറ്റഡ് പവർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് മോസ്റ്റ് ടെസ്റ്റ് ആണ്. ഈ ടെസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്യൂവലിന്റെ സപ്ലൈ നമ്മൾ അറ്റ് എ ടൈം ഓരോ സിലിണ്ടറിലും കട്ട് ഓഫ് ചെയ്യും. അതായത് നമ്മൾ ശരിക്കും എഞ്ചിൻസ് നിർമ്മിക്കുമ്പോൾ അവിടെ മൾട്ടി സിലിണ്ടർ എഞ്ചിൻസ് ആയിരിക്കും. അതിന്റെ അകത്ത് ഒരു സിലിണ്ടർ ആയിരിക്കില്ല, മൾട്ടിപ്പിൾ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ കാറിന്റെ എഞ്ചിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ 4 സിലിണ്ടർ ആണ് കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം 1, 2, 3, 4 സിലിണ്ടർ ഉണ്ട്. അപ്പൊ ഇവര് മോസ്റ്റസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഒരു സിലിണ്ടറിനെ കട്ട് ഓഫ് ചെയ്യും, ഫ്യൂവൽ സപ്ലൈ കട്ട് ഓഫ് ചെയ്യും. അതായത് തുടക്കത്തിൽ 4 സിലിണ്ടറും വർക്കിംഗ് ആയിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ സിലിണ്ടർ കട്ട് ഓഫ് ചെയ്യും, അപ്പൊ ബാക്കി 3 വർക്കിംഗ് ആയിരിക്കും. പിന്നീട് രണ്ടാമത്തെ സിലിണ്ടർ കട്ട് ഓഫ് ചെയ്യും, അപ്പൊ ബാക്കി 3 വർക്കിംഗ് ആയിരിക്കും. പിന്നീട് മൂന്നാമത്തെ സിലിണ്ടർ കട്ട് ഓഫ് ചെയ്യും, അപ്പോഴും ബാക്കി 3 വർക്കിംഗ് ആയിരിക്കും. പിന്നീട് നാലാമത്തെ സിലിണ്ടർ കട്ട് ഓഫ് ചെയ്യും, അപ്പോഴും ആദ്യത്തെ 3 വർക്കിംഗ് ആയിരിക്കും. ഇങ്ങനെ അറ്റ് എ ടൈം ഓരോ സ്റ്റെപ്പിലും ഏതെങ്കിലും ഒരു സിലിണ്ടർ കട്ട് ഓഫ് ചെയ്തിട്ട് നമ്മളിത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഇങ്ങനെ കട്ട് ഓഫ് ചെയ്ത് പ്രവർത്തിപ്പിക്കാനായിട്ട് ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ തവണ കട്ട് ഓഫ് ചെയ്യുമ്പോൾ ഓരോ സിലിണ്ടറിനും ഓരോ ഇൻഡിക്കേറ്റഡ് പവറാണ് IP എന്ന് പറയുന്നത്. IP1, IP2, IP3, IP4. ഫസ്റ്റ് കട്ട് ഓഫ് ചെയ്യുമ്പോൾ IP1 മിസ്സിംഗ് ആയിരിക്കും, പക്ഷെ ബാക്കി 3 പേരുണ്ടാവും. രണ്ടാമത്തെ കട്ട് ഓഫിൽ IP2 മിസ്സിംഗ് ആയിരിക്കും, പക്ഷെ ബാക്കി 3 പേരുണ്ടാവും. മൂന്നാമത്തിൽ IP3 ഉണ്ടാവില്ല, പക്ഷെ ബാക്കി 3 പേരുണ്ടാവും. അപ്പൊ അതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ ഓരോ തവണ ഓരോ IP മിസ്സിംഗ് ആയിരിക്കും. കാരണം IP വന്നെങ്കിൽ ഇവിടെ ഫ്യൂവൽ സപ്ലൈ വന്ന് ഫ്യൂവൽ കത്തണം. ഫ്യൂവൽ സപ്ലൈ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ IP ഉണ്ടാവില്ല. അപ്പൊ ഓരോ തവണയും ഓരോ IPs വെച്ചിട്ട് മിസ്സിംഗ് ആയിരിക്കും. പക്ഷെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ലോജിക്ക്, ഈ മൂവിംഗ് പാർട്സിൽ നിന്നുണ്ടാവുന്ന പവറാണ് FP, ഫ്രിക്ഷൻ പവർ. പക്ഷെ ഫ്രിക്ഷൻ പവർ ഏത് സിലിണ്ടർ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഫ്രിക്ഷൻ പവർ എപ്പോഴും സെയിം ആയിരിക്കും. കാരണം ഫ്രിക്ഷൻ പവർ ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മൂവിംഗ് പാർട്സ്. ഏത് സിലിണ്ടർ നമ്മൾ കട്ട് ഓഫ് ചെയ്താലും ഈ പറയുന്ന എഞ്ചിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ഇതെല്ലാം മൂവിംഗ് ആ, എല്ലാ പാർട്സും മൂവിംഗ് ആ. അതുകൊണ്ടാണ് ഈ പറയുന്ന എഞ്ചിൻ കട്ട് ഓഫ് ഫ്രിക്ഷൻ പവറിനെ ഒരിക്കലും ബാധിക്കില്ല. ഇൻഡിക്കേറ്റഡ് പവറിനെ ബാധിക്കും, പക്ഷെ ഫ്രിക്ഷൻ പവറിനെ ബാധിക്കില്ല. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അതായത് IP വ്യത്യാസം ഉണ്ടാവും, പക്ഷെ FP വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ നേരത്തെ പഠിച്ചതിനെയാണ് ബ്രേക്ക് പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ബ്രേക്ക് പവർ എന്ന് പറയുന്നത് നമ്മൾ മുന്നത്തെ വീഡിയോസിലായി പഠിച്ചാണ്. ബ്രേക്ക് പവർ എന്ന് പറയുന്നത് ആദ്യം ഇൻഡിക്കേറ്റഡ് പവർ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് FP മൈനസ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് പവർ ആവും. അല്ലെ, ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. അത് വേറെ രീതിയിലൂടെ എഴുതിക്കണമെന്നുള്ളൂ. IP = B2 + FP എന്നാണ് എഴുതണം. പകരം നമുക്ക് ഇങ്ങനെ എഴുതാം, രണ്ട് സെയിം അല്ലേ. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇതാ. ബ്രേക്ക് പവർ എന്നത് IP1 + IP2 + IP3 + IP4. 4 സിലിണ്ടറിന്റെ IPs ആഡ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന IP എന്ന് പറയുന്ന സാധനം കിട്ടുന്നത്. FP വ്യത്യാസമല്ല, FP എപ്പോഴും സെയിം ആയിരിക്കും. കാരണം എന്താണെന്നുള്ളത് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, സിലിണ്ടർ 1 കട്ട് ഓഫ് ചെയ്തു. സിലിണ്ടർ 1 കട്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് BP1 ആണ്. BP എന്ന് പറയുന്നത് ജനറൽ ഇക്വേഷൻ ആണ്. ഇനി ഫസ്റ്റ് സിലിണ്ടർ കട്ട് ഓഫ് ചെയ്യുമ്പോൾ BP എന്നുള്ളത് BP1 ആയിട്ട് മാറും. സിലിണ്ടർ 1 കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ IP1 ഉണ്ടാവില്ല, ഈ പറയുന്ന സാധനം ഉണ്ടാവില്ല. അപ്പൊ IP1 മാറ്റിയിട്ട് ബാക്കി 3 പേര് നമ്മൾ എഴുതി. IP2, IP3, IP4 മൈനസ് FP. FP ഒരു വ്യത്യാസമില്ല. അടുത്ത നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാല് BP മൈനസ് BP1 ചെയ്യും. BP നിന്ന് BP1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് എന്തായിരിക്കും കിട്ടുക, IP2 കട്ടായി പോകും, IP3 കട്ടായി പോകും, IP4 കട്ടായി പോകും, FP കട്ടായി പോകും. ബാലൻസ് വരുന്ന ആളെന്ന് പറഞ്ഞാൽ ആരാ, IP1 മാത്രം. അപ്പൊ BP മൈനസ് BP1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IP1 കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയായി. സെക്കൻഡ് സ്റ്റെപ്പിൽ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സിലിണ്ടർ 2 കട്ട് ഓഫ് ചെയ്യും, 1 മാറ്റി 2 ആക്കും. അപ്പൊ ഇവിടെ BP2 ആവും. BP2 ആവുമ്പോ ഇവിടെ IP2 ഉണ്ടാവില്ല, ബാക്കി 3 പേരും ഉണ്ടാവും. മൈനസ് ചെയ്ത് കഴിയുമ്പോൾ IP1 പകരം IP2 ബാലൻസ് വരും. അപ്പൊ നമുക്കത് വിവരിച്ച് എഴുതേണ്ട ആവശ്യമില്ല. BP മൈനസ് BP1 ചെയ്തപ്പോൾ എങ്ങനെയാണ് IP1 കിട്ടിയത്, അതുപോലെ തന്നെ രണ്ടാമത്തെ സിലിണ്ടർ കട്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് BP മൈനസ് BP2 ചെയ്യുമ്പോൾ IP2 കിട്ടും.
മൂന്നാമത്തെ സിലിണ്ടർ കട്ട് ഓഫ് ചെയ്യുമ്പോൾ ബി പി മൈനസ് ബി പി 3 ഐ പി 3 കിട്ടും. നാലാമത്തെ സിലിണ്ടർ കട്ട് ഓഫ് ചെയ്യുമ്പോൾ ബി പി മൈനസ് ബി പി 4 ചെയ്യുമ്പോൾ ഐ പി 4 കിട്ടും. അത് നമ്മൾ സിമിലർലി എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ആദ്യത്തെ സിലിണ്ടർ കട്ട് ഓഫ് ചെയ്യുമ്പോഴുള്ള കാര്യം മാത്രം വിവരിച്ച് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എല്ലാം കിട്ടുന്നതാന്ന് നോക്കി. ഐ പി 1 കിട്ടി, ഐ പി 2 കിട്ടി, ഐ പി 3 കിട്ടി, ഐ പി 4 കിട്ടി. ഈ ടെക്സ്റ്റില് ഞാൻ വേർഡിൽ എഴുതുമ്പോ ഈ പറയുന്ന ഫയലിൽ എഴുതിയപ്പോ 1 മേലെ പോയതാണ്. ശരിക്കും 1 ഇതുപോലെ താഴെയാണ് എഴുതേണ്ടത്. ബി പി 1 എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ബി പി ഇട്ടിട്ട് അങ്ങനെ താഴെ ആട്ടോ 1 എന്ന് എഴുതണ്ടേ. അങ്ങനെ എഴുതി പോണം. 2 ആണെങ്കിലും 3 ആണെങ്കിലും ഐ പി ആണെങ്കിലും ഏതിന്റെ കേസിലാണെങ്കിലും അങ്ങനെയാണ് എഴുതാവുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് ഐ പി 1, ഐ പി 2, ഐ പി 3, ഐ പി 4 കിട്ടി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ആരെ കിട്ടും? ടോട്ടൽ ഐ പി കിട്ടും, ടോട്ടൽ ഇൻഡിക്കേറ്റഡ് പവർ കിട്ടും. ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന എഞ്ചിന്റെ, മൾട്ടി സിലിണ്ടർ എഞ്ചിന്റെ ടോട്ടൽ ഇൻഡിക്കേറ്റഡ് പവർ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യണം. ചെയ്ത പരിപാടി നമുക്ക് ഒന്നും കൂടെ ഒന്ന് വിശദീകരിക്കാം. ബി പിയുടെ ഇക്വേഷൻ ഐ പി മൈനസ് എഫ് പി ആണ്. ഫസ്റ്റ് സിലിണ്ടർ, അപ്പൊ ബി പിയുടെ ജനറൽ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടെ വിവരിച്ച് എഴുതി. ഐ പി നമ്മൾ ഐ പി 1, ഐ പി 2, ഐ പി 3, ഐ പി 4 മൈനസ് എഫ് പി എഴുതി. ഫസ്റ്റ് സിലിണ്ടർ കട്ട് ഓഫ് ചെയ്യുമ്പോൾ ബി പി 1ന്റെ അകത്ത്, ബി പി 1ന്റെ ഇക്വേഷന്റെ അകത്ത് ഐ പി 1 ഉണ്ടാവില്ല, ബാക്കിയെല്ലാം ഉണ്ടാവും. അതിനുശേഷം ബി പിനെയും ബി പി 1 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ഐ പി 1 മാത്രം റിമെയിൻ ചെയ്യും. അവിടെ ബാലൻസ് വരും. ഐ പി 1 മാത്രം ബാലൻസ് വരും. സിമിലർലി 2നെ കട്ട് ഓഫ് ചെയ്ത്, 3നെ കട്ട് ഓഫ് ചെയ്ത്, 4നെ കട്ട് ഓഫ് ചെയ്യുമ്പോൾ ആ സ്റ്റെപ്പുകൾ നമ്മൾ എഴുതിക്കേണ്ട ആവശ്യമില്ല. സിമിലർലി എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഐ പി 2ഉം ഐ പി 3ഉം ഐ പി 4ഉം കിട്ടും. ഈ ഐ പിസിനൊക്കെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻഡിക്കേറ്റഡ് പവർ കിട്ടും. ഇതാണ് മോസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മോസ് ടെസ്റ്റ് വഴി നമുക്ക് ഇതുപോലെ അപ്പൊ ടോട്ടൽ ഇൻഡിക്കേറ്റഡ് പവർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എഴുതി പഠിച്ച് ഈ കാൽക്കുലേഷൻ നിങ്ങൾ ഇതേപോലെ തന്നെ പഠിച്ചു വെക്കണം, മനസ്സിലാക്കി പഠിച്ചു വെക്കണം. ഓക്കെ. ഒപ്പം ഈ സ്റ്റെപ്പ് എഴുതാനും പഠിക്കണം. മോസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. അപ്പൊ മോസസിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതുക, ഇൻഡിക്കേറ്റഡ് പവർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ്. രണ്ടാമത് അത് എങ്ങനെ ചെയ്യുന്നത്? ടെസ്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ കട്ടിംഗ് ഓഫ് ഫ്യൂൽ സപ്ലൈ ടു 1 സിലിണ്ടർ അറ്റ് എ ടൈം. ഒരു സമയം ഒരു സിലിണ്ടറിനെ കട്ട് ഓഫ് ചെയ്തുകൊണ്ടാണ് ഈ എക്സ്പെരിമെന്റ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. കാൽക്കുലേഷൻ ഞാനിപ്പോൾ പറഞ്ഞു, അതറിയാം. ഇനി പ്രൊസീജിയർ എഴുതാനും ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. പ്രൊസീജിയർ ഇങ്ങനെയാണോ, നിങ്ങൾ ലാബിൽ പോയി ചെയ്യുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുക. പ്രൊസീജിയർ എങ്ങനെയാണ്? ഫസ്റ്റ്, റൺ ദ എഞ്ചിൻ അറ്റ് റിക്വയർഡ് സ്പീഡ് ആൻഡ് ലോഡ്. ആവശ്യമായിട്ടുള്ള സ്പീഡിലും ലോഡിലും നമ്മുടെ എഞ്ചിൻ റൺ ചെയ്യാം. റൺ ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാ സിലിണ്ടറും വർക്കിംഗ് ആട്ടോ. 1ഉം 2ഉം 3ഉം 4ഉം വർക്കിംഗ് ആണ്. എല്ലാ സിലിണ്ടറും വർക്കിംഗ് ആണ്. നമ്മൾ അതിനുശേഷം ടോട്ടൽ ബ്രേക്ക് പവർ കൊണ്ടുപിടിക്കും, ബി പി കണ്ടുപിടിക്കും, ടോട്ടൽ ബ്രേക്ക് പവർ കൊണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഓരോ സിലിണ്ടർ ആയിട്ട് കട്ട് ഓഫ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ 1നെ കട്ട് ചെയ്യും, പിന്നെ 2നെ കട്ട് ചെയ്യും, പിന്നെ 3നെ കട്ട് ചെയ്യും, പിന്നെ 4നെ കട്ട് ചെയ്യും. അപ്പൊ ഈ കട്ട് ചെയ്യുമ്പോൾ ആദ്യം 4 സിലിണ്ടർ പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് ഒരു എഞ്ചിൻ സ്പീഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ ഒരു സിലിണ്ടറിനെ കട്ട് ഓഫ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എഞ്ചിൻ സ്പീഡ് കുറയും, എഞ്ചിൻ സ്പീഡ് ഡ്രോപ്പ് ചെയ്യും. അപ്പൊ അതിന് നമുക്ക് കുറച്ച് സ്പീഡ് നമുക്ക് നിലനിർത്തണം. സ്പീഡ് എപ്പോഴും കോൺസ്റ്റന്റ് വാല്യൂ നിലനിർത്തണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഡൈനാമോമീറ്റർ, നമ്മൾ ബ്രേക്ക് പവർ മെഷർ ചെയ്ത മറ്റേ സെറ്റപ്പ് ഉണ്ടല്ലോ, എക്സ്പീരിയൻസ് സെറ്റപ്പ്, ആ ഡൈനാമോമീറ്ററിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഈ സ്പീഡിനെ നമ്മുടെ ഉണ്ടായിരുന്ന സ്പീഡിലോട്ട് തിരിച്ചുകൊണ്ടിരും. അപ്പൊ 4ാമത്തെ സ്റ്റെപ്പിൽ സ്പീഡ് കുറഞ്ഞായിരുന്നു. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഡൈനാമോമീറ്റർ എന്ന് പറഞ്ഞ സാധനം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പഴയ സ്പീഡിലോട്ട് തന്നെ തിരിച്ചുകൊണ്ടിരും. 5ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പുതിയ ബ്രേക്ക് പവർ മെഷർ ചെയ്യും, ബി പി 1 മെഷർ ചെയ്യും. 6ാമത്തെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ പറയുന്ന സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ബി പി 2 കണ്ടുപിടിക്കും, ബി പി 3 കണ്ടുപിടിക്കും, ബി പി 4 കണ്ടുപിടിക്കും. നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത്? ബി പി മൈനസ് ബി പി 1 ചെയ്ത് കഴിഞ്ഞാൽ ഐ പി 1 കിട്ടും. ഇനി ബി പി മൈനസ് ബി പി 2 ആണ് ചെയ്യണമെങ്കിൽ ഐ പി 2 കിട്ടും. ഇനി ബി പി മൈനസ് ബി പി 3 ആണ് ചെയ്യെങ്കിൽ ഐ പി 3 കിട്ടും. ഇങ്ങനെ ഓരോ ഐ പിസിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാം കൂടെ ആഡ് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻഡിക്കേറ്റഡ് പവർ ആയി. ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നും കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഫസ്റ്റ് റിക്വയർഡ് സ്പീഡ് ആൻഡ് ലോഡിൽ റൺ ചെയ്യുക. രണ്ടാമത് ബ്രേക്ക് പവർ മെഷർ ചെയ്യുക. മൂന്നാമത് ഓരോ സിലിണ്ടർ ആയിട്ട് കട്ട് ഓഫ് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ സ്പീഡ് കുറയും. ആ സ്പീഡിനെ അതേ സ്പീഡിലോട്ട് തിരിച്ചുകൊണ്ടിരാനായിട്ട് നമ്മൾ ഡൈനാമോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യും. 5ാമത് പുതിയ ബ്രേക്ക് പവർ മെഷർ ചെയ്യും. അതിന് ബി പി 1 കൊടുക്കും. ശേഷം അതുപോലെ തന്നെ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് ബി പി 2, ബി പി 3, ബി പി 4 കണ്ടുപിടിക്കും. ശേഷം ഈ കാൽക്കുലേഷൻ ചെയ്ത് നമ്മൾ ഐ പി കണ്ടുപിടിക്കും. ഇതാണ് എക്സ്പെരിമെന്റ്. തറവായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്ത ലാസ്റ്റ് ടോപ്പിക്, ഹീറ്റ് ബാലൻസ് ഷീറ്റ്സ്. സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പൊ ബാലൻസ് ഷീറ്റ് ഈ പറയുന്ന കണക്ക് ഒക്കെ നോക്കുന്ന അക്കൗണ്ടൻസി ഒക്കെ ചെയ്യുന്ന ആളുകൾ ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന നമുക്ക് കാണാം. അതായത് അകത്തോട്ട് വന്ന പൈസയും പുറത്തോട്ട് പോയ പൈസ തമ്മിലുള്ള ബാലൻസിങ് ആണത്, ബാലൻസ് ഷീറ്റ് അല്ലെ. അതുപോലെ തന്നെ ഇവിടെ ഹീറ്റ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിന്റെ ബാലൻസ് ഷീറ്റാണ്. എഞ്ചിന്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് വെച്ചാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഹീറ്റ് സപ്ലൈ ആൻഡ് റിജക്റ്റഡ് ഡ്യൂറിങ് എ സർട്ടൻ ടൈം ഇൻ ആൻ ഐസി എഞ്ചിൻ. അതൊരു കുറച്ച് സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ
എഞ്ചിന്റെ അകത്തോട്ട് കയറിയത്, ഹീറ്റ് സപ്ലൈഡ്, അതുപോലെ തന്നെ റിജക്റ്റഡ്, ഹീറ്റ് പുറത്തോട്ട് പോയത് ആരൊക്കെയാണെന്നുള്ളതിന്റെ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനാണ്, ടേബിളിൽ ഇങ്ങനെ എഴുതി വെക്കുന്നതിനാണ് നമ്മൾ ഇതെന്ന് വിളിക്കുക ഹീറ്റ് ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കുക. ഹീറ്റ് ബാലൻസ് ഷീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എഞ്ചിൻ ടെസ്റ്റ് ചെയ്യണം, അതായത് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് മെഷർമെന്റ്സ് എടുക്കണം. ഇത് ഇത്രയും മെഷർമെന്റ്സ് എടുത്താലാണ് നമുക്ക് ഹീറ്റ് ബാലൻസ് ഷീറ്റ് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. 5 കാര്യങ്ങൾ നമുക്ക് വേണം. ഫോളോയിങ് മെഷർമെന്റ്സ് ഷുഡ് ബി ടേക്കൺ. അത് അതിൻ്റെ അകത്ത് നമുക്ക് അവസാനം വരാം. ആദ്യം നമുക്ക് ഈ ഹീറ്റ് ബാലൻസ് ഷീറ്റ് ഒന്ന് കണ്ടുപോകാം കേട്ടോ. അപ്പൊ ഈ മേലെ പറഞ്ഞിരിക്കുന്ന മെഷർമെന്റ്സ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഹീറ്റ് ബാലൻസ് ഷീറ്റ് വരയ്ക്കും, ഈ ടേബിൾ വരയ്ക്കും. അതിനുശേഷം ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം, ഇങ്ങനെ രണ്ടായിട്ട് പപ്പാതിക്കാം. ഇപ്പറ ലെഫ്റ്റ് സൈഡും ഇപ്പറ റൈറ്റ് സൈഡും. ലെഫ്റ്റ് സൈഡിൽ ഹീറ്റ് ഇൻപുട്ട് അത് എത്ര ഉണ്ടെന്നുള്ളത് അതിന്റെ പെർസെന്റേജ്, റൈറ്റ് സൈഡിൽ ഹീറ്റ് ഇൻപുട്ട് അത് എത്ര കിലോ ജൂൾ ഉണ്ടെന്നുള്ളത് അതിന്റെ പെർസെന്റേജ്. ഇത്തരം കാര്യങ്ങളോട് കൊടുത്തതാണ്. അകത്തോട്ട് വന്ന ആളൊക്കെ ആരൊക്കെയാണ്, പുറത്തോട്ട് ആരൊക്കെയാണ്. ഇനി ഹീറ്റ് ഇൻപുട്ടിന്റെ സൈഡിൽ ഒരാളെ വന്നേക്കണം, ഹീറ്റ് സപ്ലൈഡ് ഇൻ ഫ്യൂവൽ. അതായത് എത്ര ഹീറ്റ് ഫ്യൂവലിനെ സപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചു, ഫ്യൂവല് കത്തിക്കുന്നത് വഴി എത്ര ഹീറ്റ് എഞ്ചിന്റെ അകത്തോട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ എഴുതുന്നത്. ഇനി വേറൊരു രീതിയിൽ നമ്മുടെ എഞ്ചിന്റെ അകത്തോട്ട് ഹീറ്റ് വരാനില്ല, അപ്പൊ ലെഫ്റ്റ് സൈഡിൽ അത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, എത്ര ഹീറ്റ് അകത്തോട്ട് വന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് കാൽക്കുലേഷൻ. ഒന്നാമത്തെ ഫ്യൂവൽ കൺസപ്ഷൻ ആൻഡ് ഇറ്റ്സ് കലോറിഫിക് വാല്യൂ. ഫ്യൂവൽ കത്തി എത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അത് പെട്രോളിനും ഡീസലിനൊക്കെ പലതാണ്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ഞാൻ എക്സാമ്പിൾ സൈഡും പറഞ്ഞായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കലോറി വരുന്ന പോലെ ഇതിനും കലോറിഫിക് വാല്യൂ ഉണ്ട്. ആ കലോറിഫിക് വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ, ഈ ഹീറ്റ് സപ്ലൈഡ് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ഫ്യൂൽ കൺസ്യൂം ചെയ്തു, എത്ര ഫ്യൂൽ എഞ്ചിൻ കുടിച്ചു, പ്ലസ് ആ ഫ്യൂലിന്റെ കലോറിഫിക് വാല്യൂ എത്രയാണ്. ഈ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് കാൽക്കുലേഷൻ അതാ. ഇനി ഹീറ്റ് ഔട്ട്പുട്ട് നോക്കാം. ഹീറ്റ് ഇൻപുട്ട് അത്രേ ഉള്ളൂ. ഹീറ്റ് ഔട്ട്പുട്ട് നോക്കുമ്പോൾ ആദ്യം നമ്മുടെ എഞ്ചിൻ ഫ്യൂൽ കത്തിച്ചുണ്ടാക്കിയ ഹീറ്റ് ആവശ്യമുള്ള സാധനത്തിലോട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ബ്രേക്ക് പവർ ആണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പവർ. വണ്ടീനെ മുന്നോട്ട് ഓടിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത് ബ്രേക്ക് പവർ ആണ്. അപ്പൊ ബ്രേക്ക് പവറിന് തുല്യമായിട്ട്, അത് ബ്രേക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടി വന്ന ഹീറ്റ്, അതാണ് ആദ്യത്തെ. അപ്പൊ അതിനു വേണ്ടി ആരറിഞ്ഞിരിക്കണം, ബ്രേക്ക് പവർ എത്രയാണെന്നുള്ള അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ഇത് മൂന്നാമത്തെ കാൽക്കുലേഷൻ ആയിട്ട് ഇവിടെ നമുക്ക് കാണാം, ബ്രേക്ക് പവർ ആൻഡ് ഇൻഡിക്കേറ്റഡ് പവർ. അപ്പൊ ആ കാൽക്കുലേഷൻ ഇതിന് വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമത് ഹീറ്റ് പിന്നെ പുറത്തോട്ട് പോകുന്നത് ബ്രേക്ക് പവർ ആയിട്ട് കൺവേർട്ട് ചെയ്തല്ലാതെ ഹീറ്റ് പുറത്തോട്ട് പോകുന്നത് എഞ്ചിന്റെ വാൾസിലൂടെ, ചുമരിലൂടെ പുറത്തോട്ട് ഹീറ്റ് നഷ്ടപ്പെട്ടു പോകും. കൂളിംഗ് വാട്ടർ വഴി, അതായത് റേഡിയേറ്ററിലൂടെ കൂളിംഗ് വാട്ടർ വഴി നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഹീറ്റ് ലോസ് ടു കൂളിംഗ് വാട്ടർ, അത് കിട്ടാൻ വേണ്ടിയാണ് ഈ രണ്ടാമത്തെ കാൽക്കുലേഷൻ. എമൗണ്ട് ഓഫ് കൂളിംഗ് വാട്ടർ, എത്രത്തോളം കൂളിംഗ് വാട്ടർ നമുക്ക് ആവശ്യം വന്നു, അതുപോലെ ആ കൂളിംഗ് വാട്ടർ അകത്തോട്ട് കയറുമ്പോൾ എത്രയായിരുന്നു ടെമ്പറേച്ചർ, പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ എത്രയായിരുന്നു ടെമ്പറേച്ചർ, എത്രത്തോളം ടെമ്പറേച്ചർ അതിന്റെ കൂടി എന്നുള്ളത്. ഇനി വേറെ ഇതിൽ ഹീറ്റ് നഷ്ടപ്പെട്ടു പോവാം. ഇവിടെ കൊടുത്തിരുന്ന ഹീറ്റ് ലോസ് ടു എക്സോസ്റ്റ് ഗ്യാസ്, അതായത് പുറത്തോട്ട് പോകുന്ന പുക വഴി ഹീറ്റ് നഷ്ടപ്പെട്ടു പോവാം അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് നാലാമത്തെ കാൽക്കുലേഷൻ, എമൗണ്ട് ഓഫ് എക്സോസ്റ്റ് ഗ്യാസ്, എത്രത്തോളം എക്സോസ്റ്റ് ഗ്യാസ് പുറത്തോട്ട് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ടെമ്പറേച്ചറും. പിന്നെ ഇതൊക്കെ കൂടാതെ വേറെ രീതിയിലും ഹീറ്റ് പുറത്തോട്ട് നഷ്ടപ്പെട്ടു പോവാം, റേഡിയേറ്ററിന്റെ എറർ മൂലം, അല്ലെങ്കിൽ വേറെ പല രീതിയിൽ ഹീറ്റ് നഷ്ടപ്പെടാം. അപ്പൊ അങ്ങനെ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള ഹീറ്റുകളെ കാണിക്കാനായിട്ട് അവസാനം ഒരു കോളം കൂടെ. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി അഞ്ചാമത് ഇവിടെ ഒരു കാൽക്കുലേഷൻ കൂടെ വരുന്നുണ്ട്, എഞ്ചിന്റെ റൂം ടെമ്പറേച്ചർ. കാരണം ഈ പറയുന്ന സ്റ്റഡിയൊക്കെ നടത്തുന്ന സമയത്ത് എഞ്ചിൻ ആദ്യം, അതായത് ഈ പറയുന്ന എഞ്ചിൻ ഓപ്പറേഷന് മുന്നേ അതിന് എത്ര ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഹീറ്റ് ബാലൻസ് ഷീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് എഴുതുന്നത് എന്താ, അതെന്താണ്, അതായത് ഹീറ്റ് സപ്ലൈഡിന്റെ റിജക്റ്റിന്റെയും ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് റെക്കോർഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റ് ബാലൻസ് ഷീറ്റ്. അത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഇത്രയും കാൽക്കുലേഷൻസ്, ഈ പറയുന്ന 5 കാൽക്കുലേഷൻസ് എടുക്കണം. 5 കാൽക്കുലേഷൻസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഹീറ്റ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. അപ്പൊ നിങ്ങൾ ഇതിന്റെ സാമ്പിൾ വരയ്ക്കണം. ലെഫ്റ്റ് സൈഡിൽ ഹീറ്റ് ഇൻപുട്ട്, റൈറ്റ് സൈഡിൽ ഹീറ്റ് ഔട്ട്പുട്ട്, എത്ര കിലോ ജൂൾ ആണെന്നുള്ളതും പെർസെന്റേജ് ആണെന്നുള്ളതും കാണിക്കാനുള്ള കോളംസ് വേണം. ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് സപ്ലൈഡ് ബൈ ദ ഫ്യൂൽ മാത്രമാണ്. റൈറ്റ് സൈഡിൽ വരുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഹീറ്റിനെ ബ്രേക്ക് പവർ ആയിട്ട് കൺവേർട്ട് ചെയ്തു, രണ്ടാമത് എത്രത്തോളം കൂളിംഗ് വാട്ടറിലൂടെ കൂളന്റിലൂടെ നഷ്ടപ്പെട്ടു പോയി, മൂന്നാമത് എത്രത്തോളം എക്സോസ്റ്റ് ഗ്യാസിലൂടെ നഷ്ടപ്പെട്ടു പോയി, നാലാമത് അൺഅക്കൗണ്ടഡ് ആയിട്ട്, അത് നമുക്ക് കണക്കൂട്ടാൻ പറ്റാത്ത, നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോയത് എത്ര എന്നുള്ളതാണ്. അപ്പൊ ഇവരൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ആരൊക്കെ വേണോ അതാണ് ഇവിടെ കൊടുത്തേക്കണേ. ഒന്നാമത്തെ ഇയാൾ വേണമെങ്കിൽ ഹീറ്റ് സപ്ലൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഫ്യൂൽ കൺസപ്ഷൻ വേണം, കലോറിഫിക് വാല്യൂ വേണം. രണ്ടാമത്തെ ബ്രേക്ക് പവറായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ട ഹീറ്റിനെ കണ്ടുപിടിക്കണമെങ്കിൽ ബ്രേക്ക് പവർ അറിഞ്ഞിരിക്കണം. അപ്പൊ രണ്ടാമത് അറിഞ്ഞിരിക്കുന്ന ഇൻഡിക്കേറ്റഡ് പവറും ബ്രേക്ക് പവറും ആണ്. മൂന്നാമത് കൂളിംഗ് വാട്ടർ വഴി നഷ്ടപ്പെട്ട ഹീറ്റ് അറിഞ്ഞിരിക്കണമെങ്കിൽ അവിടെ കൂളിംഗ് വാട്ടർ എത്രത്തോളം യൂസ് ചെയ്തു എന്നുള്ളതും അതിന്റെ ടെമ്പറേച്ചർ അറിഞ്ഞിരിക്കണം. ഇനി എക്സോസ്റ്റ് ഗ്യാസിലൂടെ നഷ്ടപ്പെട്ടു പോയ ഹീറ്റ് അറിയണമെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസ് എത്ര പുറത്തോട്ട് പോയി അതിന്റെ ടെമ്പറേച്ചർ അറിഞ്ഞിരിക്കണം. അവസാനമായിട്ട് ഒരു സാധനം കൂടെ എക്സ്ട്രാ അറിഞ്ഞിരിക്കണം, അത് എഞ്ചിന്റെ റൂം ടെമ്പറേച്ചർ ആണ്.